നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് 2 മെയ് 2026 ശനിയാഴ്ചയാണ്. എല്ലാവർക്കും ഒരു വണക്കം. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറിന്. അപ്പോൾ എൻ്റെ രോഗം മാറിയ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഒരുപാട് എടുത്തിട്ടുണ്ട്. എനിക്ക് ആദ്യം തുടക്കം മുതൽ 1-2 എനിക്ക് കിട്ടുള്ളൂ. മൂന്നാമത്തത് അവർ തരില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളെല്ലാം കേട്ടതിൻ്റെ ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ എനിക്ക് തരില്ല. ഉയർന്ന വലിയ വിദ്യാഭ്യാസമുള്ളവരടക്കം സമൂഹത്തിന് മോശം ചെയ്യാം. കാരണം ഞാൻ എൻ്റെ പഴയൊരു ചരിത്രത്തിലേക്ക് പോകാം. അപ്പോൾ അത്ര പഴയതൊന്നുമല്ല. ഇപ്പോൾ 1 കൊല്ലം 2 കൊല്ലം 1 മാസം 2 മാസം ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും നമ്മളെ പറയുന്നുണ്ടാവുക. നന്ന പഴയത് ആദ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട് ചെയ്തു വന്നത്. ഈ മലയാളി എന്ന് പറഞ്ഞാൽ 7 അയലൊക്കത്ത് അടുപ്പിക്കാൻ പറ്റാത്ത നുണ പറയുന്നൊരു മൃഗം, കണ്ടാമൃഗം എന്ന് വേണം മലയാളിയെ പറയാൻ. നിങ്ങളവരെ പണ്ഡിത സ്ഥാനം മറ്റുള്ളതൊക്കെ വെച്ചിട്ട് നോക്കും, വലിയ കാര്യമൊന്നുമില്ല. നുണ പറയല്ലാണ്ട് വേറൊരു സാധനം അതിലില്ല. മലയാളിക്ക് ഞാൻ ഇവിടെ കണ്ട് മനസ്സിലാക്കി കൊടുത്തോളം നിങ്ങൾ എവിടെ എടുത്ത് നോക്കിയാലും കക്കുക, മുക്കുക, നക്കുക, പൊക്കുക ഇതല്ലാണ്ട് മലയാളിക്ക് അറിയുക. ഒരു അധ്വാനിച്ച് തിന്നുക അല്ലെങ്കിൽ അധ്വാനിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുക ഇന്ന് മലയാളിക്കില്ല. മലയാളി അത് നോക്കണ്ട. മലയാളി എവിടെയാണ് മാന്താ കിട്ടുക, എവിടെയാണ് നുണ പറയാൻ കിട്ടുക, അതിൻ്റെ പിന്നിലാണ്. ഞാൻ മലയാളിയെ കുറ്റം പറയാൻ വേണ്ടി വന്നതല്ല, ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. കാരണം 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറിയ സമയത്ത് എൻ്റെ വീടടിച്ച് പൊളിച്ച് 888,000 കോടി രൂപയുടെ ഈ പൈസ ആകാശത്ത് നിന്ന് വന്നതല്ല താഴത്തേക്ക്. ഞാനിവിടുന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് അന്ന് അടക്കാൻ പറ്റാണ്ട് കുടുങ്ങി കിടക്കുക. ലീഗിൻ്റെ ബാങ്കിൽ നിന്നുണ്ട്, അതായത് ഗ്രാമീണ ബാങ്കിൽ നിന്നുണ്ട്. അങ്ങനെ പല തവണ പല ബാങ്കുകളിൽ നിന്നും എടുത്തിട്ട് ലീഗർ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ആരാ പൊളിന്? ആ ലീഗറിനെ പൊളിന്. എന്താ കാരണം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ പലതും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവർ സമ്മതിക്കാണ്ട് മൂലയിലിട്ട് ഇവർ ഞെരിക്കൊണ്ടിരിക്കുക. അത് നുണ പറയുന്ന ആളുകളാണ്. അപ്പോൾ സൈബർ സെല്ലിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കർശനമായിട്ട് ഇവർക്ക് നേരെ ആധാരം, അതായത് എന്താണോ ഇവരുടെ അനുഭവം അതിനുള്ള പൈസ അടച്ച് മരുന്ന് ഉപയോഗിച്ചു എന്നതിൻ്റെ ബില്ല് അത് പ്രധാനമാണ്. അന്ന് ഞാൻ ഇവരോട് പറഞ്ഞ അവസാനം എന്താ പറഞ്ഞ്, ഇവരാ ഫയലിൽ ഞാൻ എന്താണ് എഴുതി വെച്ച്, അതായത് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയലിൽ എഴുതി വെക്കും, ഇയാൾ ഇത്ര ശതമാനം ഇന്ന ഡേറ്റ് മുതൽ വന്നു, ഇന്ന ഡേറ്റ് ഉപയോഗിച്ചു, ഇത്ര ശതമാനം വിജയമുണ്ട് എന്ന് അടിയിൽ പുറത്താക്കുന്ന ഡേറ്റ് നമ്മൾ എഴുതി വെക്കും. അങ്ങനെയുള്ള റിസൾട്ടും ഉണ്ടെങ്കിൽ ഈ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. അത് ഏത് കോടതിക്ക് എടുക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം നമ്മളെ ബില്ല് സമ്പ്രദായം, കൺസ്യൂമർ ആക്ട് എന്ന് പറഞ്ഞാൽ നുണ പറയാനുള്ള ലൈസൻസ് എന്നല്ല. അയാൾ ആ 1 രൂപയുടെ സാധനം വാങ്ങിയാലും 10 രൂപയുടെ സാധനം വാങ്ങിയാലും അതിൻ്റെ ഒരു ബില്ലാണ്. അതാണ് കൺസ്യൂമർ ആക്ട്. അത് കാര്യക്ഷമത അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം നൽകേണ്ടി വരും. എന്നുവെച്ചാൽ വാങ്ങിയ സാധനം മാറ്റി കൊടുക്കുക, എന്നിട്ട് നല്ല സാധനം കൊടുക്കേണ്ടി വരും. അതാണ് കൺസ്യൂമർ ആക്ട്. ഇത്തരത്തിലുള്ള സമീപനത്തിന് ഒരു മലയാളിയും തയ്യാറല്ല. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നോട് ലീഗുകാർ വന്ന് ചോദിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ഒരാളെ ചികിത്സിച്ചാൽ 1.5 കോടി രൂപ വേണമെന്നാണ്. പതിയിലെണ്ണി എന്ന് പറഞ്ഞ ലീഗാറിൻ്റെ കാഴ്ചപ്പാടാണ്, പതിയിൽ അഡ്വക്കേറ്റ് കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടിനാണെങ്കിൽ നിങ്ങൾ ഈ വരെയൊക്കെ പറയുന്നത്. അപ്പോൾ ദയവായിട്ട് ചങ്ങാതിമാരെ, ഇവർ ഈ പറയുന്ന കാര്യത്തിൻ്റെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണം, നേരിട്ട് വരാം. ഞാൻ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കുക. ഞാൻ കഴിഞ്ഞ 35-40 കൊല്ലത്തെ റിസൾട്ട് കംപ്ലീറ്റ് ഇപ്പോൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ, പാലക്കാട് സൈബറിൻ്റെ, തൃശ്ശൂർ സൈബർ സെല്ലിൻ്റെ, അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ, ഇത് കൊപ്പത്ത്. കാരണം കൊപ്പത്തന്നെ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ
കൊപ്പത്തുനിന്ന് അപകടം പറ്റിയാൽ കൊപ്പത്തേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നിയമമാണ്. അല്ലാണ്ട് അത് അമേരിക്കയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. അത് അമേരിക്കയിലല്ല എൻ്റെ അത് അതിൽ വലിയ അവിടുത്തെ പോലീസുകാരെ മോശക്കാരാക്കുക എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അത് നിയമമാണ് അവിടെ കൊടുക്കുക. നമ്മൾ ആരാണെങ്കിലും നമ്മുടെ പരിധിയിൽ വേണം. ഇതാണ് അതിൻ്റെ കാര്യം. എന്നിട്ട് എന്തുണ്ടായി ഇവിടെ? കഴിഞ്ഞ 10 കൊല്ലം CPM-ൻ്റെ ഭരണം ലോകത്തിന് തന്നെ ലജ്ജക്കേടുണ്ടാകും. എന്നാൽ ഇപ്പോൾ ലീഗേരയുടെ പിന്നെ എടുത്തു വെക്കുന്നുണ്ട്. ഇവരിഞ്ഞ് 10,000 കൊല്ലം കിട്ടിയാലും ഒരു കാര്യം നിങ്ങളുടെ ഒരു കാര്യം ചെയ്യില്ല. അതിനുള്ള ബുദ്ധിയൊന്നും ലീഗിലുള്ള ഒരാൾക്കും ഇല്ല, തങ്ങളിപ്പാപ്പാക്കും ഇല്ല, മക്കൾക്കും ഇല്ല. ജനങ്ങളെ വിഡ്ഢിയാക്കാം, നുണ പറഞ്ഞ് പറ്റിക്കാം. ഇപ്പോൾ പള്ളികളിൽ നടക്കുന്ന കുത്തുകൾ നിങ്ങൾ കേൾക്കണം. ഓരോ സാധനങ്ങൾ നുണ പറഞ്ഞ് പറ്റിക്കാം. കാരണം ഞാനും ചോദിക്കട്ടെ, ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. കാരണം മുസ്ലിമാണെങ്കിൽ മുസ്ലിമിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. 2 ഭാഗങ്ങൾ ഏതാണ്ട് തട്ടിച്ച് നോക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് വരാതിരിക്കാൻ നോക്കണം. ഏത് സ്ഥാനത്തിരിക്കണം വേണം. മൗലവി ചേകന്നൂരിൻ്റെ മരണം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ആരാ നശിപ്പിച്ച്? അത് മുഖ്യവലും മുസ്ലിമാണോ? മുസ്ലിമായിട്ട് അതിൽ നിന്ന് വല്ല ബന്ധമുണ്ടോ? 2 മദനിയെ കുടുക്കിയിട്ടുള്ള ഒരു കുഞ്ഞാലിക്കുട്ടി, അയാളിന്നും മതൻ്റെ പേരിൽ കള്ളൊപ്പിട്ട പിന്നെ ഏകദേശം 2 കോടി കള്ളൊപ്പിട്ടാക്കി കൊടുത്ത കുഞ്ഞാലിക്കുട്ടിക്കോ തങ്ങളിപ്പാപ്പാക്കോ വല്ല കേടും പറ്റിയോ? ഇല്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ വിവരമില്ലായ്മ തന്നെയാണ്. മൂന്നാമതൊരു കാര്യം ചോദിക്കാം, വളരെ ചെറുത്. നിങ്ങളിതൊന്നും കണക്കാക്കിയിട്ടുണ്ടല്ലോ. കൊറോണ വൈറസ് ഉണ്ടായിരുന്നു. നീ തങ്ങളിപ്പാപ്പാരെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ സഹായിച്ചോ? അന്ന് ഈ വിരല നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിരല സഹായിച്ചിരുന്നു. 2 തുള്ളി മരുന്ന്. ഇന്നും കൊറോണ വൈറസ് ഉണ്ടെങ്കിൽ 100 രൂപയുടെ മരുന്ന്, രോഗം മാറുന്ന മരുന്നെന്ന് പറഞ്ഞു ഞാൻ. അതുപോലെ പിന്നെ നിമോണിയ അല്ലെങ്കിൽ വായ്പുണ്ണ്, ഇവർക്ക് ശരിക്കും 50 രൂപയുടെ മരുന്നേ വേണ്ടുള്ളൂ. പക്ഷേ 50 രൂപയ്ക്ക് മരുന്നുണ്ടാക്കാൻ നിവൃത്തിയില്ല. അതെന്താ കാരണം? ഇത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ നമുക്ക് അധികം ആളെ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ മരുന്നിന് 2000 രൂപ ആക്കാൻ കാരണം. ആളെ കിട്ടില്ല. ആൾക്കാരിൻ്റെ മരുന്നല്ല, നല്ല വിവരമുള്ളവരാ. നിമോണിയ പിടിച്ചിട്ട് അവിടെ കിടന്ന് ചത്തുന്നേ വരുള്ളൂ. ഈ 50 രൂപയുടെ മരുന്ന് ഉപയോഗിച്ചാൽ അവർ രക്ഷപ്പെടാൻ ഒരിക്കലും മലയാളി സമ്മതിക്കില്ല. കാരണം മലയാളിയിലേക്ക് അത്രയുള്ള വിവരമേ ഉള്ളൂ. കാരണം അവൻ പഠിച്ചവനാവാ. ഇപ്പോൾ തങ്ങന്മാരൊക്കെ നോക്കാം. ഇവിടെ കൊടുമുണ്ടയിലെ കുറച്ച് തങ്ങന്മാരുണ്ട്, മുതുകല കുറച്ച് തങ്ങന്മാരുണ്ട്. അവർ തങ്ങന്മാരുടെ എന്നോട് പറയാം, ജനങ്ങളങ്ങനെ പറഞ്ഞിട്ട് ആയിക്കോടെ ചെയ്യണം. ഈ തങ്ങന്മാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജനങ്ങളങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങളെന്താ ഈ അവരെ പറഞ്ഞ് പറ്റിക്കാൻ നിൽക്കണ്? എന്നാൽ ജനങ്ങൾ വെച്ചേ കൂടെ പോയാൽ പോരാ. പിന്നെ നിങ്ങൾ തങ്ങളാണ് പറഞ്ഞിട്ട് ഇരിക്കണല്ലോ തങ്ങന്മാർ. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കണത് നല്ലതാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കയ്യിലമ്മ അഴുക്കുണ്ടോ, മനസ്സിന് അഴുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും മുസ്ലിമാണെങ്കിൽ തിരഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അതിൻ്റെ പേര് ഹിദായത്ത്, ഇൽമ്, അറിവ്, ഈമാൻ എന്നാണ്. ഇവിടെ പല പള്ളികളിലും ജുമായ്ക്ക് പോയാൽ നമ്മൾ ദജ്ജാലികളെ കാണും. കാരണം ബാക്കിൽ ഒരു സൈഡ് കസാലിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവർ കുറ്റം പറഞ്ഞ ആരെ? വൈദ്യശാസ്ത്രത്തിനെ മുഴുവൻ കുറ്റം പറയാം. ഈ അലോപ്പതിയാണോ വൈദ്യശാസ്ത്രം? ഒരാൾക്കും നടക്കാത്ത സാധനം. ഒരു 30 കോടി രൂപ വാങ്ങി വെച്ചിട്ട് അവനെ കൊല്ലുന്നതാണോ വൈദ്യശാസ്ത്രം? അറിയാമോ നിങ്ങൾക്ക്? അത് ഒരിക്കലും അതല്ല. അത് വൈദ്യശാസ്ത്രമൊന്നുമല്ല, തട്ടിപ്പ് കേന്ദ്രമാണ്. പോക്കറ്റ് അടിക്കാരെങ്ങനെ മര്യാദക്കാരൻ ലൈസൻസ് കൊടുക്കും? ഇപ്പോൾ ഏത് റിപ്പോർട്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? മെഡിക്കൽ കൊടുക്കുന്ന ഏത് റിപ്പോർട്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അതാ പിന്നെ ഇവരാർക്കാണ് കൊടുക്കുന്നത് അവരെ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പണി മാത്രമല്ലേ അത്. ഇപ്പോൾ കഴിഞ്ഞ തവണകൾ പിന്നെ നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ പറഞ്ഞതെന്ന് ഏതാണ്ട് നടപ്പിലാണ്. കാരണം പോലീസിന് കാര്യങ്ങൾ പിടുത്തം കിട്ടി. നല്ല പോലീസുകാരുണ്ട് ഇതിൽ. ഒരു 35% പിന്നെ ചെറുകിട അഡീഷണൽ. അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും വരുമ്പോൾ അഡീഷണൽ SI പിന്നെ കോൺസ്റ്റബിൾമാർ പിന്നെ വെറും പോലീസുകാർ എന്ന് പറയുന്നതിൻ്റെ കാരണം ഇവരിൽ ചിലവർ നല്ല ആളുകളുണ്ട്. അവർ കാര്യത്തിന് നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് അവർ കയറും. അത് നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ട് കൃത്യമായി ബോധ്യപ്പെട്ട അവർ ചെയ്യും. പിന്നെ പോലീസിൻ്റെ യൂണിഫോം എന്തിനാണെന്നറിയോ? നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ളതല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പോലീസിൻ്റെ യൂണിഫോം, പോലീസ് ഇറങ്ങിയാൽ നിലത്ത് 2 ചവിട്ടും. ആദ്യം കണ്ടവനെ 2 പൊട്ടിക്കലും കൂട്ടിക്കല്ല. ആയിക്കൂടെ നിങ്ങൾ പോലീസിനെ കണ്ണുമ്പി ഇറിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വേറെ പറയണം. ഈ യഥാർത്ഥങ്ങൾ സത്യങ്ങളാണെങ്കിൽ പല തവണ പറഞ്ഞിട്ട് വേണം കൊണ്ടുവരാൻ. അത് നിങ്ങൾക്കറിയാം. അതിൻ്റെ മുമ്പ് അനുഭവിച്ചൊക്കെ അനുഭവം തന്നെയാണ്. ഈ പോലീസുകാരൻ മനുഷ്യനാണ്. അവൻ നിങ്ങളെ ഈ ദ്രോഹിച്ചതിൻ്റെ പേരിൽ വളരെ
കഷ്ടപ്പാട് അനുഭവിക്കുന്ന പോലീസുകാരുണ്ട് ഇതിൽ. നിങ്ങളെ അങ്ങനെ ശിക്ഷിക്കേണ്ടി വന്നെങ്കിലോ എന്ന് ഇതൊക്കെ നിങ്ങളൊന്ന് കരുതണം. എല്ലാ പോലീസുകാരും മുഴുവൻ മോശമാണ്. ഒരാളോ രണ്ടാളോ ഒക്കെ തെറ്റ് ചെയ്യുന്നവർ ഇഷ്ടം പോലെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ 2016 888,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. ഈ റിപ്പോർട്ട് എഴുതാൻ വന്നിട്ടുള്ള ഇതിൽ നിന്ന് ഈ നഷ്ടത്തിൽ നിന്ന് പിന്നെ 10% മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, അന്ന് വലിയ അപകടം നടന്ന സമയമായിരുന്നു, അതിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ. ആ സാധനമൊക്കെയാണ് ഇവർ നാശാക്കിയത്. ഇത് ആരെയും ഇത് ഫയൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് നോക്കണം. പട്ടികജാതിക്കാർക്ക് പോലീസിൽ പിന്നെ ഉദ്യോഗത്തിൽ ഒരു അധികാരം കൊടുക്കാൻ പാടില്ല. ഇവർക്ക് പേരില്ലാന്ന് ഇവിടെ പറഞ്ഞൊന്നും കാര്യമില്ല. എല്ലാവരെയും അല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടിടത്തോളം ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എല്ലാവരെയും എന്നൊന്നല്ല പറഞ്ഞു, എൻ്റെ അനുഭവമുള്ള അങ്ങനെയാണ്. ഇവരെ എഴുതിയാൽ ഏത് കാര്യങ്ങളാണ് ശരിയാവുക? നുണേ പറയുള്ളൂ. പട്ടികജാതിക്കാരെങ്കിലും സ്വന്തമായിട്ട് പണിയെടുക്കുന്നവരുണ്ടോ? ഒക്കെ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുന്നവരാണ്. അപ്പോൾ ഞാൻ അത് കുറ്റം പറയാൻ വന്നു എന്നല്ല, ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ പേരിൽ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത്. ഞാൻ മര്യാദ ചെയ്യാനില്ല. നിങ്ങൾക്ക് ആ മര്യാദ പോരാ എന്ന് തോന്നും. അത് എൻ്റെ കുറ്റമൊന്നുമല്ല. അത് മനസ്സിലാക്കണം, പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചെയ്യുന്ന മര്യാദ നിങ്ങൾക്ക് പോരാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മതിയായ ഭാഗം കിട്ടുന്ന എവിടെയുള്ളതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അവിടെ പോവാം. എന്തുകൊണ്ടാണ് ഒരാളെ 50,000 ഓപ്പറേഷൻ ചെയ്തിട്ട് അയാൾ വിജയിക്കാണ്ട് അവസാനം ചാലക്കുടിയിലുള്ള അപ്പോളോ ആശുപത്രി മരിക്കാത്ത ആളെ മരിച്ചു എന്ന് പറഞ്ഞ് മുതലടിച്ച് കവർ കൊണ്ടുപോയി വെച്ച് ഇപ്പോൾ അടുത്ത ദിവസം സംഭവിച്ചാണ്? എന്താ അങ്ങനെ ആയത്? അലോപ്പതി മരുന്നിൽ ആർക്കെങ്കിലും രോഗം മാറണം മരുന്ന് കൊടുത്തിട്ടുണ്ടോ? അവരാര് തൊട്ടാലും നമ്മളെ അറവ് മാടുകളെ അറവുശാലയിൽ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. അറവുശാലയിൽ കൊത്തിയിട്ട് കൂട്ടാണ്. അതായത് അത് എല്ലിൻ്റെ ഇറച്ചിയാണ്, മറ്റേ ഇറച്ചിയാണ്, അത് കഴുത്തിൻ്റെ ഇറച്ചിയാണ്, ഇത് പള്ളയുടെ ഇറച്ചിയാണ്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എല്ലാത്തിനും ഓരോ പേരിട്ടു. അതിൽ കൂടുതലൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇംഗ്ലീഷും അലോപ്പതി മരുന്ന്, കോട്ടക്കൽ ആര്യവൈദ്യശാല, ഇതിൽ കൂടുതലൊന്നും നടക്കുന്നില്ല. നിങ്ങൾ അതിൻ്റെ പരിസരത്തൊന്ന് പോയി നോക്കൂ. എല്ലാവരും അവിടെ പോയവരൊക്കെ രോഗികളാണ്. ഒരു മാസം മരുന്ന് കഴിച്ചിട്ട്, ഒരു 10 ദിവസം മരുന്ന് കഴിച്ചിട്ട് അവിടുന്ന് രോഗം മാറിയ ഒരാളെ നിങ്ങൾ കാണിക്കും. 10,000 ആളെയൊന്നും കണ്ട, ഒരാളെ കണ്ടാൽ ഇയാൾ മരുന്ന് കഴിച്ചില്ല, ഞാൻ കഴിഞ്ഞ 10 കൊല്ലം സൂക്കട് മാറി, ഇനി മരുന്ന് കഴിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ അലോപ്പതിയിലോ പഴയ ആയുർവേദത്തിലോ കാണിക്കും. വളരെ പ്രയാസമായിരിക്കും. ഇതൊന്നും വെച്ചിട്ട് നിങ്ങൾ എന്നെ അളക്കരുത്. ഞാൻ നിങ്ങളെ അളക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഞാൻ കുടുങ്ങിയപ്പോൾ, എനിക്ക് നടക്കാൻ പാടില്ലാണ്ടായപ്പോൾ ഞാൻ ചില ഭാഗത്തു കൂടെ വന്നു, ചില സത്യങ്ങൾ കണ്ടെത്തി ഞാൻ ഉപയോഗിച്ചു, എൻ്റെ മക്കൾ ഉപയോഗിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് അന്ന് ഉപയോഗിച്ചു. ഭാര്യയ്ക്ക് ഷുഗറായിട്ട് ഭക്ഷണം കഴിക്കാണ്ട് പാടില്ലാണ്ട് ഉത്തരിക്കായിരുന്നു. അവർ 10-15 കൊല്ലം നേരം പോലെ ഉപയോഗിച്ചു. പിന്നെ ഒരു ഭാര്യമാരൊന്ന് കേരളത്തിലെ പെണ്ണുങ്ങൾ, നിങ്ങളുടെ മകളായിരിക്കാം പെണ്ണുങ്ങളായിരിക്കാം, നിങ്ങൾ പറയുന്നവർ കേൾക്കില്ല. അവർ അങ്ങേപ്പുറത്തുള്ള ഓലക്കാ ഇടക്കോല് ഇങ്ങനെ കയറ്റുന്ന ആളുണ്ടല്ലോ, ഇടക്കോല് കയറ്റുന്നവർ, അവരെന്തേ പറഞ്ഞാൽ അതേ കേൾക്കുള്ളൂ. നിങ്ങൾ ഭർത്താവാണ് പറഞ്ഞിട്ട് ഒരു കൂലിക്കാരൻ പടർന്നിട്ട് വലിയ കുറേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലേ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ കാണുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ കാണുന്നത്. പ്രവാസി മലയാളിയായ എത്ര കോടി സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്ന് നോക്കിയാലും നിങ്ങൾക്ക് അഴുക്ക് ചാലിലാണ് മെത്ത. പ്രവാസി മലയാളികൾക്കുള്ള മുസ്ലിങ്ങളാണ്. കണ്ണൂർ ജില്ലയിൽ ഫുള്ള് മുസ്ലിങ്ങളാണ്. എന്താണ് മുസ്ലിം എന്ന് അവർക്കും അറിയില്ല, എനിക്കും അറിയില്ല. എന്നിട്ട് അവർ മറ്റുള്ളവരെ പറ്റിക്കാൻ നടക്കുക. കണ്ണൂർ ജില്ലയിൽ ആരെങ്കിലും പോയിട്ട് ഏതെങ്കിലും തരത്തിൽ പോയി കൊടുക്കരുത്. എറണാകുളം ജില്ലയിൽ പോയി കൊടുക്കരുത്. അതുപോലെ മണ്ണാർക്കാട് ജില്ലയിൽ പോയി കൊടുക്കരുത്. നിങ്ങൾ നോക്കുക. നിങ്ങൾ അവിടുന്ന് കഴിച്ചിലായാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. കാരണം അതങ്ങനെയല്ല സംവിധാനം, വളരെ മോശം. അതുപോലെ പൊന്നാനിയിൽ പോയിട്ട് കുടുങ്ങരുത്. അവിടെ ഇന്നുള്ളവർ കംപ്ലീറ്റ് മോശമാണ് എന്ന് എനിക്ക് പറയേണ്ടി വരിക. അല്ലേ? ഇതൊരു സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾക്ക് കൂട്ടാം. അതേപോലെ കൊച്ചിയിൽ, എറണാകുളം, കൊച്ചി, തൃശ്ശൂർ മുതൽ തൊട്ടിട്ടാണ് പോയിട്ട് നിങ്ങൾ വലിയ കാര്യം എവിടെയും പോയിട്ട് വരേണ്ട ഒരു കാര്യമില്ല. ആശുപത്രികൾ മുഴുവൻ തട്ടിപ്പാണ്. അവിടെ പുറത്തു കൂടെ നടക്കുന്ന ആളുകളൊക്കെ കാണുക, അതൊക്കെ തട്ടിപ്പാണ്. അവർ മലമ്പാമ്പ് ആടിനെ മുണങ്ങാൻ വേണ്ടി നടക്കുക. ഒരു ഉദാഹരണമാണത്. മലമ്പാമ്പ് ആടിനെ മുണങ്ങാൻ വേണ്ടി നടക്കുക. ആട് വേണമെന്നൊന്നുമില്ല, പട്ടിയായാലും മതി. പട്ടി തന്നെ വേണമെന്നില്ല, പൂച്ചയായാലും മതി. അല്ലെങ്കിൽ ആളായാലും മതി. അതിൻ്റെ കൈ കെട്ടി അത് വിഴുങ്ങും, അത്രയേ ഉള്ളൂ. അത് കൂടുതലൊന്നുമില്ല. നിങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി,
അഞ്ചെട്ട് നില അതിൻ്റെ ഉള്ളിൽ കിടക്കണ്ട. അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് നേരം പോലെ നോക്കി 80 കൊല്ലം 90 കൊല്ലമായി അവിടെ അഡ്മിറ്റിൽ ഓരോരുത്തർ കിടക്കണം. എന്താ അവരെ സൂക്കടം മാറാത്തത്? 20 കൊല്ലം 30 കൊല്ലമായി അവിടെ വരുന്ന ഓരോ ആളുകളും എന്താ സൂക്കടം മാറാത്തത്? ഇവരൊക്കെ വിദ്യാഭ്യാസം പഠിച്ചില്ലേ? ഏത് വിദ്യാഭ്യാസം പഠിച്ച പോലെ നമ്മളൊരു കാര്യം ചെയ്തുള്ളത്. ഇവിടെ ഒരു കൊല്ലത്തിൽ 5 ലക്ഷം 10 ലക്ഷം IAS IPS പുറത്തിറക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെ ഒരു തൊഴിൽ സ്ഥാപനം കൊടുത്ത്? അത് ഡോക്ടർമാരെ കൊടുത്തില്ലേ? പിന്നെ എന്ത് തൊഴിൽ സ്ഥാപനം അവിടെ കൊടുക്കുന്നുള്ളത്? ഈ ജനിച്ച ആളുകൾ കംപ്ലീറ്റ് ജോലിക്ക് വേണ്ടിയിട്ട് വിദേശ നാടുകളിൽ പോയിട്ട് അവിടെ പോയി പോരാടാം. അതായത് ഇവിടുന്ന് നല്ല പെൺകുട്ടികൾ പോയി അവിടെ പോയിട്ട് 5 ഉറുപ്പ്യക്കും 10 ഉറുപ്പ്യക്കും പിന്നെ സെക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അല്ലാണ്ട് ജീവിക്കാൻ മാർഗമല്ല. തരിക്കാനും ജീവിക്കണ്ടേ? എന്നിട്ട് ഈ ഫയൽ പിടിച്ച് ഓരോ ഓഫീസുകളുടെ മുന്നിൽ പോയി അവരൊക്കെ അതിനവിടുത്തെ ഓടുന്നു. ആസ്ട്രേലിയയിൽ അതുണ്ട്, റുഗാണ്ടയിൽ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? പൂർവ്വം അവർക്ക് കൊടുക്കണമെന്ന്. അതാണുള്ളത്. മറ്റുള്ള യാതൊന്നുമില്ല. അതാണ് നടക്കുന്നത്. അതിനാണ് ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ ഓടി നടക്കുക. കോളേജുകളിലൊക്കെ എണ്ണം നോക്കിയാൽ വളരെ കൂടുതലാണ്. ഈ കൂടുതലുണ്ടായിട്ട് ആർക്കെങ്കിലും ഇവിടെ തൊഴിൽ സ്ഥാപനം കൊടുക്കാം. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി 10,000 കൊല്ലം ഭരിച്ച അവർക്ക് കഴിയുമോ? ബുദ്ധിയൊന്നുമില്ല. ലീഗിന് കഴിയുമോ? ഇല്ല. അതിന് തലയിൽ വല്ലതും വേണേ, ആൾ താമസം വേണം. നമ്മുടെ ഒരു ഗോവിന്ദൻ മാഷ് എന്താ ഗോവിന്ദ 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 ഗോവിന്ദ. ഈ ഗോവിന്ദ അല്ലാണ്ട് ഈ പന്നിക്കൊന്നും അറിയില്ല. വെറുതെ ജനങ്ങളെ വിട്ടിയാക്കാൻ വേണ്ടി ഒരു MLA ആയിട്ട് ആരോ തരഞ്ഞു. കാരണം കണ്ണൂർ ജില്ലയിൽ ഒരാളും ഇലക്ഷന് നിൽക്കില്ല. എന്താ കാരണം? അവിടുത്തെ ജനങ്ങളുടെ കാര്യക്ഷമത അത്ര ഉണ്ട്. അപ്പം പിന്നെ നിൽക്കണം രാജാവ്. അവന് പകരം ഒരാൾ നിൽക്കില്ലല്ലോ. ഇനി ഈ തവണ 2026 ഇടതുപക്ഷം ഇവിടെ അധികാരത്തിൽ വന്നാൽ ഇനി ഇവിടെയും കേരളത്തിൽ മൊത്തം ഒരു സ്ഥലത്തും തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ആരും പൈസ മുടക്കില്ല. അങ്ങനത്തെ ലെവലിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഇവിടെ മര്യാദക്ക് ചെയ്തിട്ട് കാര്യമില്ല. നല്ലവനും കൊള്ളാനൊന്നും ഒരു കാര്യമില്ല. വലിയ വിവരമില്ലാത്തവർ ഇത് തന്നെ വരുള്ളൂ. കാരണം ഇത് വോട്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല. കാരണം വോട്ട് കൊടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഈ നാട്ടിലെ ജീവിച്ചിൽ ഇരിപ്പില്ല എന്ന് പറയും. വോട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ഈ നാട്ടുകാരനല്ല, നിങ്ങൾ അതിനെ അർഹതയില്ല, ഇതിനെ അർഹതയില്ല, മറ്റേനില്ല. ഇപ്പോൾ കേരളത്തിൽ പാവപ്പെട്ടമില്ല, ഒക്കെ പണക്കാരനാണ്. 50 രൂപയുടെ വരുമാനം ഒരാൾക്ക് ഇല്ലേനി, എല്ലാവരും പണക്കാരനാണ്. അസ്സലാമു അലൈക്കും. ഇങ്ങനെ പറയേണ്ടി വന്നതിന് എന്നോട് ക്ഷമിക്കണം.